ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ നമ്മൾ മിന്നുട്ടി മദ്രസക്ക് പോയിട്ടുണ്ട്. റീനു അതിൻ്റെ ഇടയിൽ തുടക്കലൊക്കെ കഴിച്ചിട്ടുണ്ട്, അടുക്കള വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചോറും കറിയും പിന്നെ ദോശയൊക്കെ ആയിട്ടുണ്ട്, ചായ ആയിട്ടുണ്ട്. പിന്നെ അവൾ അടുക്കളൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്, പാത്രങ്ങളൊക്കെ കഴുകി. പാത്രങ്ങൾ ഞാൻ കഴുകിക്കോളാം പറഞ്ഞു കേട്ടോ, പക്ഷെ അവൾ സമയം കിട്ടിയപ്പോൾ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ അവൾ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി യൂണിഫോമൊക്കെ മാറ്റി മുടിയൊക്കെ ചീകി ചാടിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഹനൂസ്മോനെ മദ്രസ വിട്ടു വന്നു കേട്ടോ, സലാം പറഞ്ഞ് കയറുകയാണ് കേട്ടോ. അങ്ങനെ മതിയാ ഓലാദ്യം ആക്കി കൊടുക്കല്ലേ, എന്നിട്ട് എന്നാക്കാം ഇന്നാക്കാം. അങ്ങനെ എന്താ വെച്ചാൽ കൊണ്ടുപോകുമ്പോൾ എന്നെ സ്കൂൾക്ക് ഏതെങ്കിലും ആക്കി തരണ്ടേ, വരുമ്പോൾ സ്കൂൾ ബസ്സിലാക്കാം. എൻ്റെ മദ്രസത്തെ കുട്ടികൾ ആരെയും ഉണ്ട് എൻ്റെ ക്ലാസ്സിൽ? എൻ്റെ ക്ലാസ്സിൽ ഗ്രൂപ്പിൽ കണ്ടേച്ച്. അപ്പോൾ നമ്മൾ സുട്ടി അപ്പോത്തിന് എണീറ്റിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ റിനുവിന് സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് തൊണ്ട് കൊട്ടുകയാണ് കേട്ടോ. അപ്പോൾ ചില്ലറ പൈസ ഇല്ല, അപ്പോൾ 10 രൂപ തരും പറഞ്ഞപ്പോൾ അത് കൊട്ടുകയാണ് കേട്ടോ. ന്യൂസ് ഗാന്ധം കൊണ്ട് എടുത്തരാറിന് കണ്ടിട്ട് അതത് കൊണ്ടുപോയില്ല. കാരിക മൊക്കലെത്തിക്കണോ നോക്കട്ടെ അറിയാ. അങ്ങനെ റീനു സ്കൂൾക്ക് പോയിട്ടോ. ഒരു 8 മണിൻ്റെ ബസ്സിനാണ് അവൾ പോവുക. അപ്പം അങ്ങനെ അവൾ പോയിട്ടുണ്ട്. അപ്പം റിസു നോക്കിക്കാണ്. അപ്പം റിസുട്ടിയും ഹനൂസും കൂടെ ജനാദൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നോക്കിക്കഴിഞ്ഞു കേട്ടോ, റീനു പോണതും നോക്കിയിട്ട്. അപ്പം ഞാനിങ്ങനെ പറയാണ് കേട്ടോ, എല്ലാവരും പോകുമ്പോൾ അപ്പം ഞാൻ ഒറ്റക്കായിരിക്കും. അങ്ങനെ ഒരു ചായ എടുക്കണം കേട്ടോ. അംഗനവാടിക്ക് പോവും, റീനു സ്കൂൾക്ക് പോവും, മിന്നു സ്കൂൾക്ക് പോവും, ഞാനും സ്കൂൾക്ക് പോവും. ഉമ്മച്ചി താത്തമ്മി ഒറ്റക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ റിസുട്ടി ഇരുന്ന് ചായ അടിക്കാണ്, ഹനൂസ്മോൻ അതവനായിട്ട് കളിപ്പിക്കണ്. പിന്നെന്താ ഞാനിങ്ങനെ സങ്കടപ്പെട്ടിരിക്കണം കേട്ടോ, എല്ലാവരും പോവാണല്ലോ എന്നുള്ള വിഷമത്തിൽ.